തുറക്കണേ, ആത്മാവിൻ ശക്തി നൽകണമേ, വേഗം വരണമേ, സ്നേഹം പകരണമേ, ആത്മാവിലൊന്നു തൊടണമേ, ആരാധനേ യേശുവേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഉൽപ്പത്തിയുടെ പുസ്തകം 28-ാമത്തെ അധ്യായത്തിന് 15-ാം തിരുലിഖിതം. ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ പോകുന്നിടത്തൊക്കെ ഞാൻ നിന്നെ കാത്തുരക്ഷിക്കും, നിന്നോട് പറഞ്ഞതൊക്കെ നിറവേറുന്നത് വരെ ഞാൻ നിന്നെ കൈവിടുകയില്ല. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സെഹിയോൻ മിനിസ്ട്രീസ് ഒരുക്കുന്ന വചന ശുശ്രൂഷയിലേക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സേവറക്കാൻ വാട്ടാച്ചൻ്റെ ആത്മീയ കൂട്ടായ്മയിൽ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളിപ്പോൾ കേട്ട വചനം ഉൽപ്പത്തിയുടെ പുസ്തകം 28-ാമത്തെ അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം. അവിടെ കർത്താവ് പറയുകയാണ്, ഞാൻ നിന്നെ കാത്തു രക്ഷിക്കും, ഞാൻ നിന്നെ സഹായിക്കും, നീ പോകുന്നിടത്തല്ല ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകും. എന്നിട്ട് കർത്താവ് വെളിപ്പെടുത്തുകയാണ്, നിന്നോട് പറഞ്ഞതൊക്കെ നിറവേറുന്നത് വരെ ഞാൻ നിന്നെ കൈവിടുകയില്ല. ഉറക്കെ പറയാം ഹല്ലേലൂയ. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിനക്ക് ഒരു വചന സന്ദേശം നൽകിയെന്ന് കരുതുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നല്ല ഗിഫ്റ്റ് ഓഫ് വിഷനുള്ള ഒരു വ്യക്തിയിലൂടെ ഒരു സന്ദേശം നിനക്ക് നൽകിയെന്ന് കരുതുക. നീ ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിനക്കൊരു പ്രചോദനം നൽകിയെന്ന് കരുതുക. എൻ്റെ പ്രിയപ്പെട്ട മകനെ മകളെ, അത് നിറവേറും എന്നുള്ള കാര്യത്തിന് സംശയം വേണ്ട. കാരണം കർത്താവ് പറയാണ്, ഞാൻ നിന്നോട് പറഞ്ഞതൊക്കെ നിറവേറുന്നത് വരെ ഞാൻ നിന്നെ കൈവിടുകയില്ല. കർത്താവിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇത് എൻ്റെ കുറേ വർഷത്തെ അനുഭവങ്ങളാണ്. ഒരു കാലഘട്ടത്തിൽ ഒരുപാട് വ്യക്തികൾ, നല്ല കൃപയുള്ള പ്രാർത്ഥനാ ശുശ്രൂഷകർ, കൃപയുള്ളവരൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഒരു കാലഘട്ടം കഴിയുമ്പോൾ അത് മുഴുവൻ നിറവേറുന്നത് കാണാൻ ഇടവന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാൻ അവർക്ക് എവിടെ ചേച്ചി ധ്യാനം കൂടാൻ വേണ്ടി വന്നു. ആ ചേച്ചി ധ്യാനം കൂടാക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ കണ്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ ചേച്ചി വന്ന് സങ്കടം പറഞ്ഞപ്പോൾ കർത്താവ് ഒരു സന്ദേശം കൊടുത്താൽ നടക്കും, ശരിയാവും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അതങ്ങനെ തന്നെ കർത്താവ് നിറവേറ്റി. നമുക്ക് ആ സാക്ഷി ഒന്ന് കേൾക്കാം. എൻ്റെ പേര് പുഷ്പം സെബാസ്റ്റ്യൻ, നിതിരിക്കല്, പഴയന്നൂരാണ് സ്ഥലം. ഞാൻ 2014 ജൂൺ മാസത്തിൽ ഞാൻ ധ്യാനത്തിന് വന്നിരുന്നു. എൻ്റെ മോളും വന്നിരുന്നു. ഇവിടെ താമസിച്ചുള്ള ധ്യാനം. എൻ്റെ മകൻ നല്ല മദ്യപാനമായിരുന്നു. മദ്യപാനം നല്ല മദ്യവും കുടിച്ച് നല്ല ഇതായിരുന്നിട്ടുള്ള ഒരു മകനായിരുന്നു. മകന് കഠിനമായ മദ്യപാനാണ്. മകന് വേണ്ടി പ്രാർത്ഥിക്കാനും മകൾ BSc നേഴ്സിന് പഠിപ്പ് കഴിഞ്ഞ് ജോലിക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാനായിട്ടാണ് ഞാൻ ധ്യാനകേന്ദ്രത്തിലേക്ക് വന്നത്. അപ്പോൾ 1 മിനിറ്റ് നേരം അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കുന്നു പറഞ്ഞപ്പോൾ ഞാൻ അച്ഛനോട് ഈ 2 കാര്യം പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട, മകൻ്റെ മദ്യപാനം നിർത്തി മോൾക്ക് ജോലി കിട്ടും എന്നുള്ള വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചപ്പോൾ എനിക്കത് ഭയങ്കര വലിയ ആശ്വാസമായി. ഞാൻ വീട്ടിൽ ചെന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ മകൻ പറഞ്ഞു, ഞാനിനി കുടിക്കുകയില്ല. അത് അന്ന് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ മകൾക്ക് ജോലിയില്ല എന്നുള്ള വിഷമം ഉണ്ടായിരുന്നു. പ്രാർത്ഥിച്ച് അവിടുന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവൾക്ക് തൃശ്ശൂർ ദയ ഹോസ്പിറ്റലിൽ ജോലി കിട്ടി. നോക്ക സഹോദരങ്ങളെ, ഈ അമ്മച്ച് 2014 ധ്യാനം കൂടാൻ വേണ്ടി വരുമ്പോൾ മകൻ ധ്യാനം കൂടാൻ വേണം. മകൻ ഒരു കഠിനമായ മദ്യപാനായിരുന്നോ? നല്ലോണം ഒരു വിധം മദ്യപാനം ഉണ്ടായിരുന്നു. കഠിനമായൊരു മദ്യപാനായിരുന്നു. അപ്പോൾ ആകെ ധ്യാനത്തിനൊക്കെ 1 മിനിറ്റല്ലേ കാണുകയുള്ളൂ. ആ കുമ്പസാരം കഴിഞ്ഞാൽ ആ സമയത്ത് പറഞ്ഞു, എൻ്റെ അച്ഛാ ഇങ്ങനെ 2 കാര്യമുണ്ട്. ഒന്ന്, മകൻ്റെ മദ്യപാനം മാറണം, പിന്നെ ഈ മകൾ ജോലി എന്ന് പറഞ്ഞ് സംഭവിക്കുമെന്ന് പറഞ്ഞ് ഈശോ പറഞ്ഞൊരു മെസ്സേജ് കൊടുത്തു. നോക്ക സഹോദരങ്ങളെ, വീട്ടിൽ ചെന്ന് ചുരുങ്ങിയ ദിവസം കഴിഞ്ഞ മകൻ പറഞ്ഞ് ഇനി ഞാൻ മദ്യപാനം നടന്ന് മകൾക്ക് ജോലിയും കിട്ടി. ഇപ്പോൾ ഇതാ 2016 ദൈവത്തെ മഹത്വപ്പെടുത്താൻ എടുത്തിച്ച് നോക്കാം. ഒരാൾ ധ്യാനം കൂടി അഭിഷേകത്തെ നിറയും ആ വ്യക്തിയുടെ പ്രാർത്ഥന മൂലം കുടുംബത്തിന് അടുത്തുള്ള അനുഗ്രഹം പ്രാപിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കൈകൾ ഉയർത്തി കൈയടിച്ച് ഹല്ലേലൂയ പാടിടാം, വാഴ്ത്തിടാം യേശുവിനെ. ഹല്ലേലൂയ പാടിടാം, വാഴ്ത്തിടാം യേശുവിനെ. സ്തുതികൾക്ക് യോഗ്യനവൻ
എല്ലാ മഹത്വവും യേശുവിനെ. സ്തുതികൾക്ക് യോഗ്യനവൻ, എല്ലാ മഹത്വവും യേശുവിനെ. എല്ലാ മഹത്വവും യേശുവിനെ. എല്ലാ മഹത്വവും യേശുവിനെ. എല്ലാ മഹത്വവും യേശുവിനെ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ നിന്നോട് പറഞ്ഞ കാര്യങ്ങൾ നിറവേറുന്നത് വരെ അവിടുന്ന് നിന്നെ കൈവിടുകയില്ല. നിനക്ക് ദൈവത്തിൻ്റെ വചനത്തിലൂടെ നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അല്ല എന്നുണ്ടെങ്കിൽ ചില പ്രാർത്ഥനാ കൃപകളുള്ള വ്യക്തികളിലൂടെ പരിശുദ്ധാത്മാവ് ഒരു സന്ദേശം നൽകിയിട്ടുണ്ടെങ്കിൽ നീ അതിനെ സംശയിക്കരുത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിറവേറ്റുക തന്നെ ചെയ്യും. അവരൊക്കെ പറയാം ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റ് നിന്ന് പ്രിയപ്പെട്ട കുറച്ച് സമയം കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന സന്ദേശങ്ങൾ അതൊക്കെ വിശ്വസിക്കാനൊരു കൃപ കർത്താവിന് ചോദിക്കുക. ഒപ്പം തന്നെ ഇപ്പം നമ്മൾ പല ദൂതുകളും കേൾക്കാൻ വേണ്ടി പോകാം. അതെല്ലാം ഹൃദയം കൊണ്ട് വിശ്വസിക്കാനുള്ള കൃപ കർത്താവിനെ ചോദിച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കാര്യങ്ങൾ സ്വർഗത്തിലേക്ക് ചേർത്ത് ഒരുമിച്ച് ഉറാക്കാൻ സ്തുതിക്കുന്നോ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. കർത്താവെ ആരാധന. പരിശുദ്ധാത്മാവെ ആരാധന, ആരാധന, ആരാധന. കർത്താവെ ആരാധന, ആരാധന. ഓ കർത്താവായ ദൈവമേ, അവിടുത്തെ ദാസന്മാർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ജീവിതത്തിൻ്റെ ഏതെങ്കിലും കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇവരോട് സംസാരിച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം നിറവേറുന്നത് വരെ കാത്തിരിക്കാൻ തക്കവിധം, മനഃശാഞ്ചല്യം കൂടാതെ കാത്തിരിക്കാൻ തക്കവർ ഓരോരുത്തരും അഭിഷേകം ചെയ്യണമേ. ഇവരെ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് നൽകിയ പ്രചോദനങ്ങൾ സംഭവിക്കുന്ന കാണാൻ ഇവരുടെ ഉൾക്കണ്ണുകൾ തുറക്കപ്പെടട്ടെ. ഓ കർത്താവായ ദൈവമേ, ദൈവത്തിൻ്റെ വചനത്തിന് ഒരുക്കുന്ന പ്രചോദനം കണ്ണടച്ച് വിശ്വസിച്ച് കർത്താവിൻ്റെ നിറവേറുന്ന സമയത്തിന് വേണ്ടി കാത്തിരിക്കാൻ ഇവരെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല 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 ഹല. ഓ കർത്താവായ ദൈവമേ, ഇപ്പോൾ ഈ വചന ശുശ്രൂഷിക്കാൻ ഒരുങ്ങുന്ന സമയത്ത് പരിശുദ്ധാത്മാവേ, അവിടുത്തെ ദൂതുകളെ വിശ്വാസത്തോടെ സ്വീകരിക്കാൻ തക്കവിധം കർത്താവെ ഇവർ ഓരോരുത്തരും ആന്തരിക നേത്രങ്ങൾ തുറക്കണമേ, മനസ്സിനെ തുറക്കണമേ, ഹൃദയത്തെ തുറക്കണമേ, ആത്മാവിനെ ഉജ്ജ്വലിപ്പിക്കണമേ. എല്ലാ പൈശാചിക പീഡകളും യേശു നാമത്തിൽ ബന്ധിക്കും, വിട്ടുപോവുക. ആരാധന, ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. നമുക്കിരിക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം പൂർണ്ണത പ്രാപിക്കാൻ എന്ത് ചെയ്യണം. ഹല്ലേലൂയ. പൂർണ്ണത പ്രാപിക്കാൻ എന്ത് ചെയ്യണം? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മത്തായിയുടെ സുവിശേഷത്തിൽ 5-ാമത്തെ അധ്യായത്തിൻ്റെ 48-ാമത്തെ വാക്യത്തിൽ കർത്താവ് ഇങ്ങനെയാണ് വെളിപ്പെടുത്തുന്നത്: അതുകൊണ്ട് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണരായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. കർത്താവിൻ്റെ ഒരു ആഗ്രഹം കർത്താവ് വെളിപ്പെടുത്തുകയാണ്. സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണരായിരിക്കുന്നത് പോലെ തന്നെ നിങ്ങളും പരിപൂർണരായിരിക്കണം. ദൈവത്തിൻ്റെ പരിപൂർണതയിലേക്ക് മനുഷ്യൻ വളരണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് പണ്ട് ആ മാലാഖ കർത്താവിൻ്റെ സ്ഥാനം കൈയടക്കാൻ വേണ്ടി ആഗ്രഹിച്ച് സാത്താൻ്റെ തല ലൂസിഫറായി മാറിയ ചരിത്രത്തെക്കുറിച്ചല്ല, മറിച്ച് ദൈവത്തിൻ്റെ പരിപൂർണതയിലേക്ക് നമ്മൾ കാലങ്ങൾ കഴിയുന്ന വളർന്ന് 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 വരണം. എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണ്ണമായിരിക്കുന്നത് പോലെ നമ്മളും പരിപൂർണ്ണമായിരിക്കുന്ന കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. ഉറക്കെ പറയാം ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ബൈബിളിൽ അനേക വചനങ്ങൾ വെളിപ്പെടുത്തി അങ്ങനെയാണ് കാണുന്നത്. ദൈവവുമായിട്ട് ഡീല് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും വചനം വെളിപ്പെടുന്ന ഒരു കാര്യം, എൻ്റെ പ്രിയപ്പെട്ട പൂർണ്ണ ഹൃദയം വേണം. പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കണം. ഉറക്കെ പറയാം ഹല്ലേലൂയ. ഹൃദയം എന്താണെന്ന് പറയാം ഹല്ലേലൂയ. വീണ്ടും ജെറമ്യ പ്രവചനത്തിൽ മറ്റൊരു വചനം വെളിപ്പെടുത്തുന്നുണ്ട്. ജെറമ്യ 29:13 ഇങ്ങനെയാണ് വെളിപ്പെടുത്തുന്നത്: പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്തും, എന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കും. അപ്പോൾ ഒരു പൂർണ്ണ ഹൃദയത്തോടെയാണ് ഒരു വ്യക്തി ദൈവത്തെ അന്വേഷിക്കുന്നത്. പിന്നെ ദൈവത്തെ കണ്ടെത്തുക എന്നുള്ളത് അവൻ്റെ ദൗത്യമല്ല, ദൈവത്തിൻ്റെ ഡ്യൂട്ടിയാണ്. ദൈവം തന്നെ അവനെ
ഇതൊരു ദൈവാനുഭവം കൊടുക്കും. പ്രൈസ് ദ ലോർഡ്. അവർക്ക് പറയാം ഹല്ലേലൂയ, സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പൂർണ്ണ ഹൃദയം എന്നുള്ള വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. വിഭജിത ഹൃദയത്തിന് ദൈവാനുഭവം ഉണ്ടാകുന്ന എളുപ്പമല്ല. ആ ആബേലും കാര്യം കൊണ്ട് ബലിയിൽ അർപ്പിക്കാൻ വേണ്ടി പോയ രംഗം നിങ്ങൾ നോക്ക്. കായൻ ചെയ്ത കാര്യം, കായൻ ആബേൽ പൂർണ്ണ ഹൃദയത്തോടെ തനിക്കുള്ളതിൻ്റെ ബെസ്റ്റ് എല്ലാം അതിനെ പൂർണ്ണതയിൽ കർത്താവിന് സമർപ്പിച്ചു. അവൻ്റെ ബലിയോ ദൈവം സംപ്രീതനായി. കായന ഉള്ള പൊട്ടുന്ന പൊളിഞ്ഞ് വേണ്ടാത്ത ഒക്കെ കുറച്ച് കാര്യങ്ങൾ കാട്ടിക്കൂട്ടി എന്തൊക്കെ ചെയ്തു വെച്ചു. കായൻ്റെ ജീവിതത്തിൽ ദൈവാനുഭവം ഉണ്ടായില്ല. പ്രിയപ്പെട്ട അതുകൊണ്ട് ഒരു പൂർണ്ണത പ്രാപിക്കുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. അവർക്ക് പറയാം ഹല്ലേലൂയ. ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നത് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അച്ഛാ പൂർണ്ണത പ്രാപിക്കാൻ എന്താ ചെയ്യണ്ടേ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബൈബിളിൽ ദൈവം ഒരു കാര്യം പറഞ്ഞിട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വഴികളിലും ദൈവം പറഞ്ഞിട്ടിട്ടുണ്ട്. അത് തപ്പി കണ്ടുപിടിക്കണം. വചനമാകുന്ന വഴിയിലൂടെ അത് തപ്പി കണ്ടുപിടിക്കണം. പൂർണ്ണത പ്രാപിക്കാൻ വേണ്ടി ഒരുപാട് മാർഗങ്ങൾ ദൈവം ബൈബിളിൽ പറഞ്ഞിട്ടിട്ടുണ്ട്. 1-2 മാർഗങ്ങൾ ഞാൻ നിങ്ങൾ ശ്രദ്ധയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പൂർണ്ണത പ്രാപിക്കാൻ വേണ്ടി വളരെ എളുപ്പം ഒരു മാർഗമുണ്ട്. എന്താണെന്നറിയാവോ? നിൻ്റെ സംസാരത്തെ നിയന്ത്രിക്കുക. പൂർണ്ണത പ്രാപിക്കാൻ വേണ്ടി ഒരു മനുഷ്യൻ പൂർണ്ണത പ്രാപിക്കാൻ വേണ്ടി ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒന്നാമത്തെ കാര്യമാണ് നിൻ്റെ സംസാരത്തെ നിയന്ത്രിച്ചാൽ നീ പൂർണ്ണത പ്രാപിക്കും. സംസാരത്തെ തെറ്റുവരുത്താത്ത ഏവനും പൂർണ്ണനാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണത പ്രാപിക്കാൻ ദൈവം നൽകിയിരിക്കുന്നൊരു മാർഗമാണ് നിൻ്റെ സംസാരത്തെ നിയന്ത്രിക്കുക. ആനയെ നിയന്ത്രിക്കാൻ പാപ്പാൻ എന്താ ചെയ്യണത്? പാപ്പാൻ ആ തോട്ടി ഇട്ടിട്ട് ആനയുടെ ചെവിക്ക് 2 പിടുത്തം പിടിച്ച് ആന ഇവിടെ നിൽക്കും. ഇമ്മാതിരി വലിയ ജീവിയല്ലേ എന്ന് പറയുന്നത് പോലെ നീ പൂർണ്ണത പ്രാപിക്കാൻ വേണ്ടി സഹോദരങ്ങളെ, ശരീരത്തിൽ ചെറിയ ഒരു അവയവമായി നിന്റെ നാവിനെ നിയന്ത്രിച്ചാൽ നീ പൂർണ്ണത പ്രാപിക്കുമെന്ന് എഴുതപ്പെട്ട വചനം പഠിപ്പിക്കുകയാണ്. ഈ സംസാരത്തെ തെറ്റ് വരുത്താത്ത ഏവനും പൂർണ്ണനാണ്. അത് ഗ്രാമർ മിസ്റ്റേക്കിനെ കുറിച്ചല്ല. പിന്നെയോ, നിന്റെ വായിച്ച പൂട്ടും താക്കോലിടണമെന്ന് ദൈവത്തിന് വചനം പഠിപ്പിക്കുന്നുണ്ട്. വായി പറഞ്ഞത് കോതയ്ക്ക് പാട്ടെന്ന് പറഞ്ഞതുപോലെ നീ ഇങ്ങനെ ചുമ്മാ കുറേ കാര്യങ്ങൾ പറഞ്ഞാൽ നീ ഒരു പൂർണ്ണതയും പ്രാപിക്കുകയല്ല. പൂർണ്ണത പ്രാപിക്കണമെങ്കിൽ എൻ്റെ സഹോദരങ്ങളെ, ദൈവം ആഗ്രഹിക്കുന്ന കാര്യം മാത്രമേ നിൻ്റെ നാവിൽ നിന്ന് വരാവുള്ളൂ. ഈ പൂർണ്ണത പ്രാപിക്കുന്ന നാവിനെ നിയന്ത്രിച്ചാൽ പൂർണ്ണത പ്രാപിക്കുന്ന നാം സ്വർഗത്തിൽ എത്തിച്ചേരുമെന്ന് ബൈബിളിൽ തെളിവുണ്ട്. സങ്കീർത്തന പുസ്തകത്തിൽ 15-ാമത്തെ സങ്കീർത്തനം ചോദിക്കുന്നുണ്ട് സങ്കീർത്തകൻ, ആരാണ് ദൈവത്തിൻ്റെ കൂടാരത്തിൽ വസിക്കുക? ആരാണ് ദൈവത്തിൽ വസിക്കുക? വചനം പഠിപ്പിക്കുന്നുണ്ട്, വഞ്ചിക്കാത്തവൻ, കളവ് പറയാത്തവൻ, സത്യം മാത്രം പറയുന്നവൻ, അപവാദം പറയാത്തവൻ, രഹസ്യം സൂക്ഷിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ നാവിനെ നിയന്ത്രിക്കുന്നവൻ, സംസാരത്തിൽ തെറ്റ് വരുത്താത്തവൻ, അവൻ പൂർണ്ണനാണ്. അവൻ സ്വർഗരാജ്യത്തിന് അർഹനായി തീരുകയും ചെയ്യും. എഫേസസ് ലേഖനത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ വെളിപ്പെടുത്തുന്നുണ്ട്. പരിശുദ്ധാത്മ വെളിപ്പെടുത്തുന്നത് എങ്ങനെയാണ്? നീ നല്ല കാര്യങ്ങൾ സന്ദർഭം അനുസരിച്ച് മറ്റുള്ളവരുടെ നന്മയ്ക്ക് ഉതകുന്ന വിധത്തിൽ സംസാരിക്കണം. അപൂർണ്ണത പ്രാപിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ട്. എൻ്റെ സഹോദരങ്ങളെ, ഒരു സ്വർഗസ്ഥനായ പിതാവിൻ്റെ പരിപൂർണ്ണതയിലേക്ക് നമ്മൾ നിറയാൻ വേണ്ടി വലിയ ആനച്ചേന കാര്യം ചെയ്യും. സിമ്പിൾ കാര്യമുള്ളൂ, സംസാരത്തെ നിയന്ത്രിക്കുക. പൂർണ്ണത പ്രാപിക്കാൻ വേണ്ടി അതൊക്കെ സാധിക്കുന്നത്. ഫ്രാൻസിസ് ദെ സാലസ് എന്ന വിശുദ്ധൻ ചിന്തിക്കുക, കഠിന കോപിഷ്ഠനായിരുന്നു. അദ്ദേഹം തൻ്റെ സംസാരത്തെ നിയന്ത്രിച്ച് ഈ ഭൂമിയിൽ ശാന്തതയുടെ മധ്യസ്ഥനായിട്ട് രൂപാന്തരപ്പെട്ടു. മോശ കഠിന കോപിഷ്ഠനായിരുന്നു. അവസാന കാലം എന്തായ സഹോദരങ്ങളെ, ഭൂമിയിൽ ഏറ്റവും ശാന്തതയുള്ള മനുഷ്യനായിട്ട് രൂപാന്തരപ്പെട്ടു. അതുകൊണ്ട് നിനക്കെന്നെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എന്ന് നീ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ നാവിൻ്റെ പ്രവണതകൾ നിനക്ക് മനസ്സ് വെച്ചാൽ നിയന്ത്രിക്കാൻ പറ്റും. നീ പൂർണ്ണത പ്രാപിക്കുകയും ചെയ്യും. പൂർണ്ണത പ്രാപിക്കാൻ ബൈബിളിൽ കർത്താവ് പറഞ്ഞിരിക്കുന്ന 2-ാമത്തെ ഒരു മാർഗമുണ്ട്. അതാണ് നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. എവിടെയാണ് വായിക്കുന്നത്? മത്തായിയുടെ ശേഷം 19-ാമത്തെ അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യത്തിലാണ് നമ്മൾ കാണുന്നത്. നമുക്ക് ശ്രമിക്കാം. യേശു പറഞ്ഞു, നീ പൂർണ്ണനാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും. പൂർണ്ണത പ്രാപിക്കാൻ എന്ത് ചെയ്യണം എന്നുള്ള ചോദ്യത്തിന് കർത്താവ് പല മറുപടികളും പറഞ്ഞു. അപ്പം പറഞ്ഞു, ഞാനിതെല്ലാം പാലിക്കുന്നുണ്ട്. യേശു പറഞ്ഞു, നീ പൂർണ്ണനാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിനക്കുള്ളതെല്ലാം വെച്ച് ദരിദ്രർക്ക് കൊടുക്കുക. അവൻ സങ്കടത്തോടെ തിരിച്ചുപോയി. എന്താ പറഞ്ഞ്? അങ്ങനെ ഒരു പൂർണ്ണത എനിക്കിപ്പോൾ വേണ്ട, കാരണം അവന് ഒരുപാട് സമ്പത്തുണ്ടായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ടെലിവിഷനിലൂടെ അനേക ശുശ്രൂഷകൾ കേൾക്കുന്നുണ്ട്.
അനേക ദൈവവചന ശുശ്രൂഷകൾ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓരോ ദൈവവചനവും ഇരുന്നല്ല വാളിനേക്കാൾ മൂർച്ചയത്. അത് നിന്റെ ചങ്ക് കുത്തി കീറിയിട്ട് അത് നിന്റെ ചങ്ക് തുറന്നിട്ട് ചില റാഡിക്കൽ ഡിസിഷൻസ് എടുക്കുന്നില്ലെങ്കിൽ സങ്കടത്തോടെ തിരിച്ചു പോകുന്ന ഈ വ്യക്തിയുടെ സ്ഥിതി നമ്മുടെ ജീവിതത്തിൽ വരും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുമ്പോൾ നീ പൂർണ്ണത പ്രാപിക്കും, നീ സ്വർഗത്തിൻ്റെ അവകാശിയായി തീരും. അതുകൊണ്ടല്ലേ നിങ്ങൾ ചിന്തിച്ചു നോക്ക്, വിശുദ്ധ ഫ്രാൻസിസ് അസീസുകാരൻ ചിന്തിച്ചു നോക്ക്. ഈ ലോകത്ത് ഒരുപാട് ആഡംബരങ്ങൾ, ഒരുപാട് സമ്പത്ത്, ഒരുപാട് സ്വത്ത്, ഒരുപാട് സംഗതികൾ ഉണ്ടായിരുന്നു. എന്നിട്ട് എന്താ സംഭവിച്ചത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാം വേണ്ടെന്ന് വെച്ചില്ലേ? അവസാനം ഉണ്ടായിരുന്ന ആ ഒരു പുറംകുപ്പയം അതും കൂടെ ഊരിയെടുത്ത് അപ്പൻ്റെ കയ്യിലായി കൊടുത്തതിന് ശേഷം ഇറങ്ങി പുറപ്പെട്ടപ്പോൾ എന്താ സംഭവിച്ചത്? പൂർണ്ണത പ്രാപിച്ചില്ലേ? സ്വർഗവാസിയായിട്ട് മാറിയില്ലേ? പൂർണ്ണത പ്രാപിക്കാൻ ബൈബിൾ നൽകുന്ന രണ്ടാമത്തെ മാർഗ്ഗമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കണം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അധികം സങ്കീർത്തനം പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്: എനിക്ക് അധികം സമ്പത്ത് തരരുതേ, അന്നന്ന് വേണ്ടതുള്ളത് മതിയേ. കാരണം എന്താ? അവന് പൂർണ്ണത പ്രാപിക്കാൻ ആഗ്രഹമുണ്ട്. പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ട് സഹോദരങ്ങൾ, നിനക്ക് പൂർണ്ണത പ്രാപിക്കാൻ ആഗ്രഹം നീ ചില സ്റ്റെപ്പുകൾ എടുക്കണം, ചില തീരുമാനങ്ങൾ. ഇത് കയ്യിലുള്ളത് വിടാനൊട്ട് തയ്യാറുമല്ല, പിന്നെ പൂർണ്ണത പ്രാപിക്കാൻ നടക്കില്ല. പ്രൈസ് ദ ലോർഡ്. ഉറക്കെ പറയാം ഹല്ലേലൂയ. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ എന്ന് വിചാരിച്ച് നമുക്ക് അന്നന്ന് വേണ്ടതിൻ്റെ കാര്യമോ കുട്ടികൾക്ക് വേണ്ടിയുള്ള പൈസ സംഭരി ഒന്നുമല്ല പറയേണ്ടത്. നിൻ്റെ ജീവിതത്തിൻ്റെ പരിപൂർണ്ണ ആശ്രയം യേശു ക്രിസ്തുവായിട്ട് രൂപാന്തരപ്പെടണം. പൂർണ്ണത പ്രാപിക്കാൻ ബൈബിൾ നൽകുന്ന മൂന്നാമത്തെ മാർഗമുണ്ട്. അതാണ് പരീക്ഷകളെ അതിജീവിക്കുക. ഉറക്കെ പറയാം ഹല്ലേലൂയ. പരീക്ഷകളെ അതിജീവിക്കുക. പരീക്ഷകളെ അതിജീവിക്കുക എന്ന് പറഞ്ഞാൽ പരീക്ഷ എഴുതാൻ നടക്കുക എന്നുള്ളതല്ല. ഇന്ന് ചില പിള്ളേർ അങ്ങനെയാണ്. എന്നാണെന്നറിയോ? പരീക്ഷ തോക്കുമെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ എഴുതിയല്ല. അതല്ല സഹോദരങ്ങളെ, അഗ്നി പരീക്ഷകൾ ഉണ്ടാകുമ്പോൾ ആ അഗ്നി പരീക്ഷകൾ നീ കടന്നിട്ട് ആ അഗ്നി പരീക്ഷകൾ നീ അതിജീവിക്കുമ്പോൾ നീ പൂർണ്ണനാക്കപ്പെടും. അതെവിടെ വായിക്കുന്നത്? യാക്കോബ് ലേഖനത്തിലാണ്. യാക്കോബ് ലേഖനത്തിൽ 1-ാമത്തെ അധ്യായത്തിൻ്റെ 2-4 തിരുലിഖിതങ്ങൾ അതിനെങ്ങനെയാണ് പഠിപ്പിക്കുന്നത്? എൻ്റെ സഹോദരരെ, വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുവിൻ. എന്തെന്നാൽ വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങൾക്ക് അതിൽ സ്ഥിരത ലഭിക്കുമെന്ന് അറിയാമല്ലോ. ഈ സ്ഥിരത പൂർണ്ണ ഫലം പുറപ്പെടുവിക്കുകയും ചെയ്യും. അങ്ങനെ നിങ്ങൾ പൂർണ്ണരും എല്ലാം തികഞ്ഞവരും ഒന്നിലും കുറവില്ലാത്തവരും ആവുകയും ചെയ്യും. വിവിധങ്ങളായ അഗ്നി പരീക്ഷകൾ ഉണ്ടാകുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നീ ആ പരീക്ഷണങ്ങളിലൂടെ കടന്നു പോയിട്ട്, പാപപ്രലോഭനങ്ങൾ കടന്നു പോയിട്ട് നീ അതിനകത്ത് വിജയിച്ച് കഴിയുമ്പോൾ നീ എല്ലാം തികഞ്ഞവനും പൂർണ്ണത പ്രാപിച്ച ബെസ്റ്റ് വ്യക്തികളുമായിട്ട് തീരുമെന്ന് വാനപ്പെടുക. ആർക്കാ പറയാ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ശരിയല്ലേ? വിശുദ്ധ മരിയ കൊലത്തി അഗ്നി പരീക്ഷ ഉണ്ടായില്ലേ? പാപം ഞാൻ പ്രലോഭനം ഉണ്ടായില്ലേ? ആ പരീക്ഷകളോ കടന്നു പോയില്ലേ? എന്നിട്ട് അതിനെ അതിജീവിച്ചില്ലേ? അവളെ പൂർണ്ണത പ്രാപിച്ചില്ലേ? ഇന്ന് വിശുദ്ധിയായി മാറിയില്ലേ? അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, പ്രലോഭനങ്ങളും പരീക്ഷണങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അത് നിസ്സാരമായിട്ട് തള്ളിക്കണം. അത് വരട്ടെ. അതിലൂടെ ഒരു പൂർണ്ണത പ്രാപിക്കാൻ ദൈവം അവസരം തരികയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പൂർണ്ണത പ്രാപിക്കാൻ ബൈബിൾ നൽകുന്ന 4-ാമത്തെ ഒരു മാർഗമുണ്ട്. 4-ാമത്തെ മാർഗമാണ് സഹോദരങ്ങളെ, സഹനത്തിലൂടെ പൂർണ്ണത പ്രാപിക്കുക. സഹനത്തിലൂടെ പൂർണ്ണത പ്രാപിക്കുക. അത് വചനം പഠിപ്പിക്കുന്ന ഹെബ്രായ ലേഖനത്തിലാണ്. ഹെബ്രായ ലേഖനത്തിൽ 5-ാമത്തെ അധ്യായത്തിൻ്റെ 8-9 തിരുലിഖിതങ്ങൾ അവിടെ വചനം എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്? പുത്രനായിരുന്നിട്ടും തൻ്റെ സഹനത്തിലൂടെ അവൻ അനുസരണം അഭ്യസിച്ചു. പരിപൂർണനാക്കപ്പെട്ടത് വഴി അവൻ തന്നെ അനുസരിക്കുന്നവർക്കെല്ലാം നിത്യരക്ഷയുടെ ഉറവിടമായി. യേശുക്രിസ്തു ദൈവമാരി എന്താ ചെയ്തത്? തൻ്റെ സഹനത്തിലൂടെ പൂർണ്ണത പ്രാപിച്ചു. ജീവിതത്തിൽ സഹനങ്ങൾ, ഞെരുക്കങ്ങൾ, മനസ്സിലാക്കപ്പെടാത്ത അനുഭവങ്ങൾ, അപവാദങ്ങൾ, തിരസ്കരണങ്ങൾ, ഇങ്ങനത്തെ സംഗതി വരുമ്പോൾ ആകാശത്ത് നോക്കി മിഴിച്ചു നിൽക്കേണ്ട ആവശ്യമില്ല. ഇത് നിന്നെ പരിപൂർണനാക്കാൻ ദൈവം നൽകുന്ന ഒരു വഴിയാണിത്. സഹനത്തിലൂടെ എൻ്റെ പ്രിയപ്പെട്ട മകനെ, മകളെ നീ പരിപൂർണനാക്കപ്പെട്ടെന്ന് വചനം വെളിപ്പെടുത്തുക. ശരിയല്ലേ? വിശുദ്ധ കൊച്ചുത്രേസ്യയ്ക്ക് എന്താ സംഭവിച്ചത്? വിശുദ്ധ അൽഫോൻസാമ്മയുടെ ജീവിതത്തിൽ എന്താ സംഭവിച്ചത്? ഒരുപാട് തരത്തിൽ രോഗം, സഹനം, ഞെരുക്കം, പീഡ, തിരസ്കരണം, അപവാദം ഇത് കടന്നു പോയപ്പോൾ ഇത് മുഴുവൻ അനുഭവിച്ച് പരിപൂർണനാക്കപ്പെട്ട് സ്വർഗത്തിൽ ഇരിക്കുമല്ലേ? പ്രൈസ് ദി ലോർഡ്. വീണ്ടും അതിനെ പഠിപ്പിക്കുന്നുണ്ട്. ഹെബ്രായ ലേഖനത്തിൽ 2-ാമത്തെ അധ്യായത്തിലെ 10-ാമത്തെ വാക്യത്തിലാണ് വചനം ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്: ആർക്കു വേണ്ടിയും ആര് മൂലവും എല്ലാം നിലനിൽക്കുന്നുവോ
അനേകം പുത്രന്മാരെ മഹത്തിലേക്ക് നയിക്കുന്നുവോ ആ രക്ഷയുടെ കർത്താവിനെ അവിടുന്ന് സഹനം വഴി പരിപൂർണനാക്കുക തികച്ചും ഉചിതമായിരുന്നു. അപ്പൊ യേശുവിനെ സഹനം വഴി പിതാവ് പരിപൂർണനാക്കുക. സ്വർഗസ്ഥനായ പിതാവിൻ്റെ പരിപൂർണതയിലേക്ക് സഹനം നിന്നെ എത്തിക്കും. സ്വർഗസ്ഥനായ പിതാവിൻ്റെ പരിപൂർണതയിലേക്ക് നീ സകലം വിറ്റ് ദരിദ്രം കൊടുക്കുമ്പോൾ അതേ പരിപൂർണതയിൽ നീ എത്തും. നിന്റെ സംസാരത്തെ നിയന്ത്രിക്കുമ്പോൾ ഇതേ പരിപൂർണതയിൽ നീ എത്തും. ഉണ്ടാകുന്ന അഗ്നിപരീക്ഷ അതിജീവിക്കുമ്പോൾ ഇതേ പൂർണ്ണതയിലേക്ക് നീ എത്തും. പറഞ്ഞ ഹല്ലേലൂയ. ഞാൻ ചിലത് മാത്രമാണ് നിങ്ങളോട് പറഞ്ഞത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതുകൊണ്ട് ഒരു പൂർണ്ണത പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവപൈതലാണ് നീയെങ്കിൽ അങ്ങനെ പരിസര പ്രേരണ നൽകുന്ന നീ പൊടിയിൽ നിന്ന് തട്ടിക്കുടഞ്ഞ് എഴുന്നേറ്റ് ഒരു തീരുമാനത്തിലേക്ക് എത്തണം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഈ വചനങ്ങളെ കുട്ടികൊള്ളുന്ന പരിശുദ്ധാത്മാവ് ഞങ്ങൾ ഹൃദയത്തിൽ ഉജ്ജ്വലിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഉറക്കെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. പരിശുദ്ധാത്മാവേ ആരാധന, 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 ആരാധന. കർത്താവെ ആരാധന, ആരാധന, ആരാധന. കർത്താവെ വചനം കേട്ട ഓരോ ദാസന്മാരിലും കർത്താവിൻ്റെ പൂർണ്ണതയിലേക്ക് വന്നാൽ തക്കവിധം കർത്താവെ അവിടുത്തെ ആത്മാവിൻ്റെ ശക്തി നിറയട്ടെ. ആരാധന, 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 ആരാധന. പ്രൈസ് ദി ലോർഡ്. പൂർണ്ണത പ്രാപിക്കുക, സ്വർഗത്തിലെത്തുക. ഹല്ലേലൂയ, മാറാനാത്ത. Come, Lord Jesus. ഈ ലോകത്തിൽ ഇത്രയും വർഷക്കാലം ജീവിച്ചിട്ട് സ്വർഗസ്ഥനായ പിതാവിൻ്റെ പരിപൂർണതയിലേക്ക് വളരാൻ സാധിച്ചില്ലെങ്കിൽ എന്തു പ്രയോജനം? നീ ഒരു തീരുമാനമെടുത്ത് പ്രാർത്ഥിക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ കർത്താവ് സംസാരത്തെ യാതൊരു ബെല്ലും ബ്രേക്കും ഇല്ലാതെ നടത്തിയ കാലഘട്ടമുണ്ട്. ഒരുപാട് തരത്തിൽ നാവിനെ കൺട്രോൾ ചെയ്യാതെ പോയ സാഹചര്യങ്ങളുണ്ട്. അനുദപിക്കുകയാണ് കർത്താവെ. നാവിൻ്റെ മേൽ വലിയൊരു കൺട്രോൾ ഞങ്ങൾക്ക് തരണം കർത്താവ്. പൂർണ്ണത പ്രാപിക്കാൻ കൃപ നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കർത്താവെ പലതരത്തിൽ അത്യാഗ്രഹവും ആഡംബരപ്രയവും ഞങ്ങൾ ജീവിതത്തെ കീഴ്പ്പെടുത്തിയിട്ടുണ്ട്. കർത്താവെ ഞങ്ങളുടെ അറപ്പരുകളിരിക്കുന്നതെല്ലാം ദൈവമേ പാവപ്പെട്ട മനുഷ്യരുടേതാണെന്ന് പറഞ്ഞ് വിശുദ്ധ ബേസലിൻ്റെ വാക്കുകൾ ഞങ്ങൾ ഓർക്കുകയാണ്. ഞങ്ങൾക്ക് ആവശ്യമില്ല, അതെന്ന് വേണ്ടതുള്ളതിനൊഴികെ ബാക്കിയുള്ള അനേകർക്ക് കൊടുക്കാൻ തക്കവിധം ഞങ്ങൾ ഹൃദയത്തിൻ്റെ സ്വാതന്ത്ര്യം നൽകണം. ദൈവമേ സഹനം വഴി പൂർണ്ണത പ്രാപിക്കാൻ, പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അതിജീവിച്ച് പൂർണ്ണത പ്രാപിക്കാൻ ഞങ്ങൾ അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുക. കഴിഞ്ഞ കാലങ്ങളിൽ സഹനത്തെ ദുഷിച്ച് പറഞ്ഞ കാലങ്ങൾ ഓർത്ത് അനുദപിക്കുകയാണ്. പ്രലോഭനം ഉണ്ടായപ്പോൾ അതിൽ വീണുപോയ അവസരങ്ങൾ ഓർത്ത് അനുദപിക്കുകയാണ്. ദൈവമേ പൂർണ്ണതയിലേക്ക് ഞങ്ങളെ നയിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്. കരങ്ങൾ രണ്ടും കർത്താവിൻ്റെ പകലിൽ ഉയർത്തിപ്പിടിച്ച് കൃപ ചോദിച്ചുകൊണ്ട് ആശീർവാദം സ്വീകരിക്കുകയാണ്. ഈ സമയത്ത് പരിശുദ്ധാത്മാവ് വലിയ കൃപാവരം ഓരോരുത്തരും തരും. കരങ്ങൾ ഉയർത്തി കർത്താവിനെ നോക്കി ഒരുമിച്ച് ഉറക്കെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ കർത്താവായ ദൈവമേ, അവിടുത്തെ ദാസന്മാരെ കുട്ടികൊള്ളുന്ന സകല പൈശാചിക പീഡകളെ ബന്ധിക്കുന്നു. എല്ലാ തരത്തിലുള്ള ദുർദർശനങ്ങളും യേശുനാമത്തിൽ വിട്ടുപോകട്ടെ. എല്ലാ അന്ധകാര സ്വാധീനങ്ങളും ഒഴിഞ്ഞു പോകട്ടെ. രോഗാണുക്കൾ യേശുനാമത്തിൽ നിർവീര്യമായി പോകട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപ കൊണ്ട് നിറയട്ടെ. ഇപ്പോൾ കേട്ട വചനങ്ങളെല്ലാം ഇവരുടെ ഹൃദയത്തിലേക്ക് ശക്തമായി ആവസിക്കട്ടെ. ആരാധന, ആരാധന. ഹല്ലേലൂയ, മാറാനാത്ത. Come, Lord Jesus.